സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചെറിയൊരു നേർത്ത രക്തക്കുഴലിൽ വരുന്ന ചെറിയ ബ്ലോക്കുകൾ. ആ ബ്ലോക്കിലൂടെ സംഭവിച്ച എന്താ വെച്ചാൽ ഒരു ഭാഗം തളരുകയാണ്. അത് എവിടെയാണോ ഈ ബ്ലോക്ക് വന്നത് അതിനനുസരിച്ചിട്ടാണ് തളരുക. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിക് ഫ്യൂസ് ഒക്കെ നോക്കുകയാണെങ്കിൽ സാധാരണ ഇപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ കാണുന്ന DV ബോക്സ് ഉണ്ടാവുമല്ലോ. ഒരു സ്വിച്ച് ഫ്യൂസ് താന്നാൽ ആ അടുക്കളയത്തെ ലൈറ്റിന് പോകും. അല്ലെങ്കിൽ ഒരു ഫ്യൂസിന് മുകളിൽ താഴ്ന്ന എന്ത് ചെയ്യും, നമ്മുടെ മറ്റ് ഏതെങ്കിലും നമ്മുടെ മുകളിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈറ്റ് ഭാഗം ലൈറ്റും ഫാനൊക്കെ ഓഫായി പോകും. അതേപോലത്തെ അവസ്ഥയും സത്യത്തിൽ നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കണം. അതിന് ഏതൊരു സ്ട്രക്ചർ അവിടേക്ക് ബ്ലഡ് എത്താതെ പോയോ ആ ഭാഗം അവിടെയുള്ള സെല്ലുകൾ നശിക്കും എന്നുള്ളതാണ്. അത് എങ്ങനെയാന്ന് ചോദിച്ചാൽ സത്യത്തിൽ അവിടേക്ക് ബ്ലഡ് സർക്കുലേഷൻ നിന്നാൽ ഉടനെ നശിച്ചു പോകും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എന്തെയില്ല, റീജനറേഷൻ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഏകദേശം നമുക്കറിയാം അവിടെയുള്ള സ്ട്രക്ചർ നശിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരില്ല. ബ്രെയിൻ മാത്രം അങ്ങനത്തെ പ്രശ്നം, ബ്രെയിനാണ് ഏറ്റവും അങ്ങനത്തെ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവിടെ ഒരു സെല്ല് നശിച്ചാൽ ഇത് തിരിച്ചു വരില്ല. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് കാണുന്നത് വെച്ചാൽ നമുക്ക് ആ ബ്രെയിനിലുള്ള ഒരു സ്ട്രക്ചർ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് ഈ ബ്രെയിൻ സെൽസ് അവന് ഭയങ്കര ഹുബാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹമാണ്. സാധാരണ അതിന് പറയാം സിനാപ്റ്റിക് കണക്റ്റഡ് ആണ് അവർ. ശരിക്കും ഭയങ്കര സിനാപ്സിസ് ആയിട്ട് അവരത് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഭയങ്കരമായ കമ്മ്യൂണിക്കേഷനാണ് ഓരോ സെല്ലുകൾ തമ്മിലുള്ളത്. അപ്പൊ ഈ സിനാപ്റ്റിക് കണക്ഷൻസ് വേറിട്ട് പോകും. അങ്ങനെ സംഭവിച്ചു പിന്നെ വീണ്ടും ബ്രെയിന് ശരിക്കും റീവയറിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരിക്കലും നശിച്ച 100% ഡെഡ് ആയ സെല്ല് ഒരിക്കലും തിരിച്ചു വരില്ല. എന്നാലോ അവിടെയുള്ള തൊട്ടടുത്തുള്ള കുറെ സെല്ലുകൾ 20%, 30% ലൈഫുള്ള ഒരു സെല്ലുകൾ ഉണ്ടാവും. അതൊക്കെ തന്നെ തിരിച്ചു റീവയർ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതിന് ശരിക്കും ബ്രെയിനിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ഒരു ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് പോലെ മൗൾഡ് ചെയ്ത് വരുന്നതാണ്. ഓരോ കേസും ഓരോ കണക്ഷന് ഈ പറയുന്ന സെല്ലുകൾ ഡിസ്കണക്റ്റഡ് ആവുന്നതോട് കൂടി ഇതിലേക്ക് എന്താണെന്ന് വെച്ചാൽ ശരിക്കും പുതിയ കണക്ഷൻസ് രൂപപ്പെട്ടു വരുന്നതാണ്. നശിച്ചത് തന്നെ അല്ലാത്ത കുറച്ച് ലൈഫുള്ള 20-30% ലൈഫുള്ള അല്ലെങ്കിൽ 50-60% ലൈഫുള്ള ജീവനുള്ള സെല്ലുകൾ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ട് ശരിക്കും ഹെൽപ്പ് ചെയ്യും. ഇത്രത്തോളം നമ്മൾ റീഹാബ് ചെയ്യുന്ന സമയത്ത് കാണുന്ന സത്യം എന്താ വെച്ചാൽ നമുക്കറിയാം ഒരു സ്ട്രോക്ക് ബാധിച്ച് ഒരു ഭാഗം തളർന്ന പിന്നെ മെല്ലെ മെല്ലെ ഓരോ ഘട്ടം കഴിയുമ്പോൾ തിരിച്ചു വരുന്നത് കാണാം. ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ കൂടെയുള്ള ആരെങ്കിലും, അതായത് പറഞ്ഞ കൂടുതൽ കുടുംബത്തിൽ ഒരുപാട് കേസസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നമുക്കറിയാം ഒരു സ്ട്രോക്ക് കേസ് വരുന്നത് ഒരു 6-ൽ ഒരാൾക്ക് ഒരു സമയത്ത് ഉണ്ടാവും. അതേപോലെ ഓരോ 6 സെക്കൻഡിലും എന്ത് ചെയ്യുന്നു വെച്ചാല് ഒരു സ്ട്രോക്ക് രോഗി ദുനിയാവിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഞാൻ 1, 2, 3, 4, 5, 6 ഈ 6 എണ്ണത്തോടുകൂടി ഒരു രോഗി ഇവിടെ ഈ സ്ട്രോക്ക് ബാധിച്ച് വീഴുകയാണ് ലോകത്ത്. അത്രയും ഫാസ്റ്റ് ആണ്. ഇപ്പോൾ റീസെന്റ് സ്റ്റഡി പറയുന്നത് 4 സെക്കൻഡിൽ ഒരാളുണ്ടാവും സംഭവിക്കുന്നതാണ്. 4 സെക്കൻഡിലാണ് ഒരു സ്ട്രോക്ക് രോഗം ഒരാൾക്ക് ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല് ഈ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സത്യത്തിൽ നമ്മുടെ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള സംഗതി ആയതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും ചെറുത് വന്നാൽ തന്നെ എന്ത് ചെയ്യും, പളിപ്പോവും. അത്രയും ശക്തമായിട്ടുള്ള കോംപ്ലക്സ് മെക്കാനിസം പളിപ്പോവും. അപ്പൊ അവിടേക്കാണ് നമ്മൾ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി കയറി വന്ന് ടോട്ടലി റീസ്ട്രക്ചർ ചെയ്ത് റീവയർ ചെയ്ത് വരുന്നത്. സോ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ മുഴുവൻ കൺട്രോൾ സിസ്റ്റം ഉള്ളത്, നമ്മുടെ ബോഡിന്റെ മുഴുവൻ കൺട്രോൾ സിസ്റ്റം നിൽക്കുന്നത് ബ്രെയിൻ ആണല്ലോ. നമുക്കറിയാം നമ്മുടെ ഏതൊരു അവയവം എടുക്കുകയാണെങ്കിലും, നമ്മുടെ കൈ അനങ്ങണമെങ്കിൽ, കാലനങ്ങണമെങ്കിൽ, നമ്മുടെ സെൻസേഷൻ കിട്ടണമെങ്കിൽ, നമുക്ക് ഭക്ഷണം കഴിക്കണം, എല്ലാത്തിനും എല്ലാ ആക്ഷൻസും സത്യത്തിൽ ബ്രെയിനെ കൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത്. സോ അവിടുത്തെ ഒരു മാസ്റ്റർ ഓർഗൻ എന്നുള്ള അവിടെ എന്ത് സംഭവിച്ചാലും ദൈവം ബോഡി ഫുൾ എഫക്ട് ചെയ്യും. പക്ഷെ എന്നാലോ ആ ബ്രെയിന് ശരിക്കും റീവയറിങ് സിസ്റ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ, അതായത് ഖുർആൻ റിലേറ്റ് ചെയ്യുന്ന കാണാം, ശരിക്കും ഭയങ്കര രസകരമാണ്. അതായത് നമ്മുടെ ചിന്ത മുഴുവൻ ഉള്ളത് നമുക്കറിയാം ബ്രെയിന്റെ ഏറ്റവും മുൻഭാഗത്ത്, അതായത് നെറ്റിയുടെ ഭാഗം എന്ന് പറയല്ലോ, നെറ്റിയുടെയും മുകൾ ഭാഗം പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും. അതായത് ഫ്രണ്ടിലുള്ള ഭാഗം അല്ലെ, നമ്മൾ സുജൂദീന ഭാഗം ഉണ്ടല്ലോ, അതാണ്. അപ്പൊ ആ സുജൂദീന ഭാഗത്തിലാണ് ശരിക്കും നമ്മൾ ചിന്തയുടെ സെൽഫ് കൺട്രോൾ, ഡിസിഷൻ മേക്കിംഗ് ഒക്കെ, നമ്മൾ തീരുമാനം എടുക്കുന്നു, ചിന്തിക്കുന്ന ഒക്കെ മുഴുവൻ അവിടെയാണ്. അപ്പൊ എന്താ വെച്ചാൽ അവിടെയാണ് ആ ചിന്ത. എവിടെയെങ്കിലും ഹെഡ് ഇഞ്ചുറി വന്നാൽ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും അവിടെ ആ ഭാഗം തീർന്നു പോകും. ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ ഏരിയാസും ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ബ്രെയിനിൽ. ഏത് ഏരിയ ആണോ പോയത് ആ ഏരിയ അവിടെ വർക്ക് ചെയ്യില്ല. അപ്പൊ ഇവിടെ സംഭവിച്ചെന്ന് വെച്ചാൽ നമുക്കറിയാം നാസിയത്തിൻ കാദിബ എന്ന് പറയാനല്ലേ, അതാണ് പറയാ, നാസിയത്തിൻ കാദിബുള്ള ഏരിയ ആണ്. അതായത് നമ്മൾ ചിന്തിച്ച് കളവാക്കുന്ന ഏരിയ എവിടെയാണ്? നാസിയത്തിന് കുടുമി പിടിക്കും എന്ന് പറഞ്ഞല്ലോ. നാസിയത്തിൻ കാദിബ, കളവാക്കിയ ആ നാസിയത്തിനെ പിടികൂടും എന്ന് പറഞ്ഞല്ലോ നാളെ പരലോകത്ത്. അപ്പൊ അത് ശരിക്കും ചിന്തിക്കുന്ന എവിടെയാണ്? പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. ശരിക്കും ഭയങ്കര റിലേറ്റഡ് ആണ് ആ സംഗതി. അതേപോലെ തന്നെയാണ് ചോദിച്ചത് അഫലായഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതിൽ ബ്രെയിന് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാലേ, ബ്രെയിന് കൊണ്ട് ഒരുപാട് ആക്ഷൻസ് നടക്കുന്നുണ്ട്.
ബ്രെയിൻ നടക്കുന്ന ഒരുപാട് ഇൻവലണ്ടറി നമ്മൾ അറിയാതെ ബ്രെയിൻ കൺട്രോൾ ചെയ്ത് പോരുന്നുണ്ട്. നമ്മുടെ എല്ലാ അവയവങ്ങളും പ്രക്രിയയും ഈ ബ്രെയിൻ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിലും ശരിക്കും ബ്രെയിന് കൊണ്ട് ചെയ്യണം നമ്മൾ അങ്ങോട്ട് ചെയ്ത് കൊടുക്കേണ്ട, അതായത് നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡി എടുത്ത് സിംപ്ലി പറയുകയാണെങ്കിൽ 2 തരത്തിൽ ആക്ഷൻസ് ആണുള്ളത്. ഒന്ന് വോളണ്ടറി ആക്ഷൻ, ഇന്ന് ഇൻവോളണ്ടറി ആക്ഷൻ അല്ലെ. ഇപ്പൊ വോളണ്ടറി എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വയം ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ. അതേപോലെ ഇൻവോളണ്ടറി എന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, സിംപിളി നല്ലോണം കേൾക്കാം. ഭക്ഷണം കഴിക്കുന്നു, ഈ ഭക്ഷണം കഴിക്കുന്ന വായിലേക്ക് വച്ചു, ചവച്ചിട്ട് ഒന്ന് ഇറക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ടുള്ള മുഴുവൻ പ്രോസസ്സ് നമുക്ക് കയ്യിലില്ല അല്ലെ. വായിൽ വെച്ചു, ചവച്ചു, ഖലാസ്. അത് കഴിഞ്ഞ് പിന്നെ ഇറക്കുന്നതോട് കൂടി പിന്നെ നമ്മളെ പിടിയിൽ വിട്ടു. പിന്നെ എവിടുന്ന് പോകണം, ഫുഡ് പൈപ്പിലൂടെ ഇറങ്ങി, വയറിൽ ഇറങ്ങി, അത് ദഹിച്ച് ലിവറിന് എൻസൈം വന്ന് ദഹിപ്പിച്ച് ദഹനം സംഭവിച്ച് അതിൻ്റെ എല്ലാ പോഷകാംശം വലിച്ചെടുത്ത് അതിന്റെ ഏറ്റവും എന്താണ് ഫേസ്റ്റിനെ ആ രൂപത്തിൽ ഉരുട്ടി പുറത്തേക്ക് പിറ്റേ ദിവസം രാവിലത്തേക്ക് കളയുന്നു. ഈ ഒരു പ്രക്രിയക്ക് നമുക്ക് ഒരു റോളില്ല, എനിക്കൊരു കൺട്രോളും അതിലില്ല അല്ലെ, സത്യമല്ലേ? അതേപോലെ തന്നെയാണ് ബ്രെയിനിലെ ഒരു സിസ്റ്റത്തിന് നമുക്കൊരു റോളില്ല, നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മളിങ്ങനെ നിൽക്കുക. പക്ഷെ നമുക്ക് എന്ത് റോളേ ഉള്ളൂ? ചിന്തിക്കുക എന്നതിന് നമുക്ക് റോളുണ്ട്. അത് കണ്ടല്ലോ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ ആ ബ്രെയിൻ കൊണ്ട് ചിന്തിക്കൂ. അഫലാ യഅഖിലൂൻ, അത് ചെയ്യൂ. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു ഗിഫ്റ്റാണ് സത്യത്തിൽ ഈ പറയുന്ന ബ്രെയിൻ, ബുദ്ധി, അഖൽ എന്ന് പറയുന്നത്. ഈ അഖലിനെ കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ചിന്തിക്കാനാണ് പറയുന്നത്. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ തലച്ചോറ് നല്ല രൂപത്തിൽ, നേരത്തെ പറഞ്ഞ സ്ട്രോക്കോ ട്രോമാറ്റിക് ബ്രെയിൻ ഇൻജുറിയോ മറ്റൊന്നും ബാധിക്കാതെ, പാർക്കിൻസൺസ് ഒന്നും ബാധിക്കാതെ സത്യത്തിൽ നമ്മളെ ബ്രെയിൻ എത്രയും സംരക്ഷിച്ചു കൊണ്ടുവന്ന പഠിച്ചോൻ പറയുന്നതാണ്. നിങ്ങൾ അതുകൊണ്ട് ചിന്തിക്കൂ, ആലോചിച്ച് നോക്കൂ, എന്താണ് സംഭവിക്കുന്നത് ഭൂലോകത്ത്, എങ്ങനെയാണ് അള്ളാഹുലേക്ക്, ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അള്ളാഹുലേക്ക് തിരിച്ചറിയാൻ ഒരു പണിയില്ല. ഞാൻ പറഞ്ഞത് ഈ ഒരു അത്രയും അള്ളാഹുലേക്ക് ഇതിങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ സത്യത്തില് അതേക്കുറിച്ചുള്ള പറയുന്നല്ലോ, ആ ചിന്തിക്കാത്തതിനെ കുറിച്ച് പറഞ്ഞ കിബറാണ്, അറഗൻസ് ആണ്. സത്യത്തില് നമ്മൾ അഹങ്കാരികളെ മാറും. ഈ പറയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന ബുദ്ധി കൊണ്ട്, തലച്ചോറ് കൊണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് രൂപത്തിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ആ രൂപത്തിൽ മുസ്ലിം എന്ന രൂപത്തിൽ നമ്മൾ അള്ളാഹുവിൽ സമർപ്പിച്ചവർ എന്ന രൂപത്തിൽ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ആ രൂപത്തിൽ ചിന്തിക്കേണ്ടതാണ്. ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം ഇതേപോലെ തന്നെ നമ്മുടെ ഹൃദയവും, നമ്മൾ ഓരോ അവയവങ്ങൾ എടുത്താൽ അത്രയും വണ്ടർഫുൾ ആണ്. അതായത് ഇപ്പോൾ ശരിയാണ്, നമ്മൾ ബ്രെയിൻ പറഞ്ഞപ്പോൾ ഹാർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഹാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം നമ്മളൊരു പ്രസവ സമയത്ത്, അതായത് നമ്മൾ ഗർഭസമയത്ത് ഒരു 4ാമത്തെ മുതൽ 6ാമത്തെ ആഴ്ചക്കുള്ളിൽ, അതായത് 1 മാസം മുതൽ 1.5 മാസമുള്ളായിട്ട് ഈ ഹാർട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങുകയാണ് അല്ലെ, ഹൃദയം മിടിച്ചു തുടങ്ങുകയാണ്. ആ ഹൃദയം മിടിച്ചു തുടങ്ങുന്നത് സത്യത്തിൽ എന്താ വെച്ചാല് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും രക്തം എത്തിക്കണം. നമുക്കറിയാം, നമുക്ക് എത്ര ബ്ലഡ് ഉണ്ട് ഒരു ശരീരത്തില് അല്ലെ? ഒരു ശരീരം എത്ര ലിറ്റർ ബ്ലഡ് ഉണ്ടാവും? 6 ലിറ്റർ ബ്ലഡ് ആണ് അല്ലെ, മിനിമം 5 മുതൽ 6 ലിറ്റർ. 6 ലിറ്റർ ബ്ലഡിനെ എന്തെന്ന് വെച്ചാൽ സത്യത്തില് ആ 6 ലിറ്റർ ബ്ലഡിനെ എന്ത് ചെയ്യണം വെച്ചാല് ടോട്ടലി എന്ത് ചെയ്യണം, ഈ ശരീരത്തിലെ മുഴുവൻ സെല്ലുകളിലേക്ക് എത്തണം. ഒരു സെല്ലിലേക്ക് എങ്ങാനോ ബ്ലഡ് എത്തിയിട്ടില്ല എങ്കിൽ ആ സെല്ല് നശിച്ചു. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ഡയബറ്റീസ്, അതായത് ഷുഗർ രോഗികൾ കാണാൻ പറ്റും അല്ലെ, നമ്മൾ താഴേക്ക് പോകുന്ന ബ്ലഡ് കൃത്യമായി പോകാത്തത് കൊണ്ട് ആ ഭാഗം കറുത്ത് വ്രണം വന്ന് പൊട്ടി ഒലിച്ച് അവസാനം മുറിച്ച് കളയുന്ന അവസ്ഥ കണ്ടല്ലോ. എന്താണ് സർക്കുലേഷൻ തത്വമാണ്. അപ്പൊ ഇത് എന്ത് ചെയ്യണം, മുഴുവൻ സ്ഥലത്ത് പമ്പ് ചെയ്യണം. എത്രത്തോളം രക്തക്കുഴലുകൾ നമുക്കറിയാം എത്ര ഉണ്ട്, ഒരു ഭൂമിയെ അല്ലെ ഏകദേശം നമുക്കറിയാം പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും അല്ലെ, 2 വട്ടം ഇവിടുന്ന് അതിന്റെ നീളം എടുത്തു കഴിഞ്ഞാല് രക്തക്കുഴൽ എത്തിക്കേണ്ട രക്തക്കുഴൽ നിങ്ങളെടുത്താല് 2.5 വട്ടം ഭൂമിയെ ചുറ്റിക്കറങ്ങണം. അത്ര നീളമുള്ള ബ്ലഡ് വെസൽസ് ഉള്ളത്. അവിടേക്ക് എത്തിക്കണമെങ്കിൽ ഓരോ സെല്ലിലേക്ക് എത്തിക്കുന്ന കൂട്ടി യോജിപ്പിച്ച 2.5 തവണ ഭൂമി ചുറ്റുന്ന അളവുകളുണ്ടെങ്കിൽ എത്ര നീളമുണ്ട്, എത്ര തവണ പമ്പ് ചെയ്യണം ആലോചിച്ച് നോക്കൂ. അതായത് ശരിക്കും ഒരു ശരീരത്തിൽ ബ്ലഡ് പമ്പ് ചെയ്യുന്ന എത്ര ചോദിച്ചാല് നമ്മൾ ഒരു 2000 ഗാലൻസ് ആണ്. അതായത് 6 ലിറ്റർ ബ്ലഡിനെ തന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ അത്രയും ബ്ലഡ് റിസർവ് ചെയ്യാൻ പറ്റുമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പറയുന്ന ബ്ലഡിനെ നമ്മൾ ടാങ്കിലേക്ക് കൂട്ടുക, അതായത് 7500 ലിറ്റർ ബ്ലഡ് ഒരു ദിവസത്തേക്ക് വേണം എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്? 6 ലിറ്റർ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. 6 ലിറ്റർ ബ്ലഡേ ഉള്ളൂ, പക്ഷെ നമുക്ക് ശരീരത്തിന് വേണ്ടത് 7500 ലിറ്റർ ആണ്. നമ്മൾ ഒരു ഉദാഹരണം പറയാ, നമ്മൾ ഒരു 7500 ലിറ്റർ, നമ്മൾ സാധാരണ ടാങ്ക് എത്ര ഉണ്ടാവും? 1000 ലിറ്റർ ടാങ്ക് അല്ലേ? അങ്ങനെ ഒരു 7 ടാങ്ക് നമ്മുടെ ശരീരത്തിന്റെ മുതുകിന്റെ മുകളിൽ
ഒരു 7 ടാങ്ക് വെച്ചിട്ട് നടക്കുന്നൊരവസ്ഥ എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കും. 1000 ലിറ്റർ ടാങ്കിൽ നിന്ന് 7 ടാങ്ക് മുകളിൽ കയറ്റി വെച്ച് നടക്കുന്ന അവസ്ഥ ആലോചിച്ചു. അതാണ് ഈ ഹാർട്ട് പണിയെടുക്കണേ. ഈ ഹൃദയം പണിയെടുക്കുന്നത് ആ 6 ലിറ്റർ ബ്ലഡ് കൊണ്ട് 7000 ലിറ്റർ കിട്ടേണ്ട ആ ഫലം ഉണ്ടല്ലോ, അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണ്. എല്ലാ സെല്ലിലും അയച്ചു ആ സമയത്തിന് വീണ്ടും വാങ്ങുകയാണ്. അപ്പോഴേക്കും ലങ്സിലേക്ക് പോകേണ്ട പിന്നെ എന്തായിരുന്നു പിന്നെ ബ്ലഡ്, ഓക്സിജൻ കിട്ടേണ്ട ബ്ലഡ് നേരെ ലങ്സിലേക്ക് വിടുന്നു. ആ ഓക്സിജൻ കിട്ടിയ ബ്ലഡ് ലങ്സിന്ന് ശ്വാസകോശത്തു നിന്ന് എടുത്തിട്ട് നേരെ അതെടുത്ത് നേരെ മറ്റു അവയവങ്ങളിലേക്ക് വിടുന്നു. മറ്റു അവയവങ്ങളിലേക്ക് വിട്ടിട്ടുള്ള തിരിച്ചു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ലങ്സിലേക്ക് വിട്ടിട്ട് പുറത്തേക്ക് വിടുന്നു. അങ്ങനെ ഒരു സമയത്ത് തന്നെ 2 കാര്യങ്ങൾ, അതായത് ഓക്സിജൻ ഡിയോക്സിനേറ്റഡ് ബ്ലഡിനെ കൃത്യമായി എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഓരോ സ്ഥലത്തേക്കും എത്തിക്കേണ്ട സ്ഥലത്ത് നോക്കി എവിടെയാണ് കുറവുള്ളത് അവിടേക്ക് കട്ട് ഓഫ് ചെയ്ത്. ഇപ്പൊ ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം BP കൂടാന്ന് പറയില്ല, BP കൂടുക. BP കൂടാന്ന് പറഞ്ഞാൽ ആ BP കൂടുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ തകരാറുണ്ടെങ്കിൽ വേഗം അത് ബോഡിയിലെ ഒരു ഇന്നർ മെക്കാനിസം ഉണ്ട്. അതായത് ബ്രെയിനും ഹാർട്ടും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. അത് എത്രത്തോളം വെച്ചാൽ സാധാരണ പറയാം നമുക്ക് വിചാരിച്ചിട്ട് ബ്രെയിനാണ് ഹാർട്ടിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. സത്യത്തിൽ അങ്ങനെയല്ല. ഹാർട്ടാണ് സത്യത്തിൽ ബ്രെയിനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഹാർട്ടാണ് പിന്നെ ബ്രെയിനിലേക്ക് പോകുന്ന സിഗ്നൽസിനെ പാസ് ചെയ്യുന്നത്. ബ്രെയിനിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന സത്യത്തിൽ ഹാർട്ടാണ്. അത് മനസ്സിലാക്കണം. പലപ്പോഴും എന്താ വെച്ചാൽ മാത്രമല്ല ഹാർട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ സാധാരണ ഹാർട്ട് വർക്ക് ചെയ്യുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിലാണ്. അതായത് നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞാല് നമ്മുടെ ആ ഹൃദയത്തിൽ ശരിക്കും ഒരു ബാറ്ററി ഉണ്ട്, സെൽഫായിട്ടുള്ള ബാറ്ററിയാണ്. പേസ് മേക്കർ നമുക്ക് അറിയാൻ കേട്ടിട്ടുണ്ടാവും അല്ലെ. ആ സെൽഫായിട്ട് എന്ത് ചെയ്യും, പിടിക്കും. ആ ഇലക്ട്രിക് സിഗ്നൽസ് പാസ് ചെയ്തിട്ടാണ് ഇത് പമ്പ് ചെയ്യണത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു മോട്ടറിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണല്ലോ. പക്ഷെ ഒരു വയറിംഗ് സിസ്റ്റം ഒന്നുമില്ല. അപ്പൊ ഇതിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വയറിംഗ് സിസ്റ്റം നാച്ചുറൽ അതായത് ചെറുപ്രായം മുതലേ, അതായത് നമ്മൾ ഗർഭത്തിൽ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു വയറിംഗ് സിസ്റ്റം, ഇലക്ട്രിക് വയറിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തത്. അതാണ് നമ്മൾ ECG നോക്കുമ്പോൾ കാണുന്നത്. ECG നോക്കുമ്പോൾ കാണുന്നത് എന്താ, എങ്ങനെയാണ് ഇലക്ട്രിക് സപ്ലൈ ആ ഹാർട്ടിൽ നിന്ന് കാണുന്നത്. നമ്മൾ ECGയിൽ നമ്മൾ കാണുന്നത് ECG കണ്ട ബ്ലോക്ക് തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷെ ഇലക്ട്രിക് സപ്ലൈ തിരിച്ചറിഞ്ഞിട്ടാണ് ആ ഇലക്ട്രിസിറ്റി എവിടെയെങ്കിലും പാളി പോകുന്നുണ്ടോ, ചെരിഞ്ഞു പോകുന്നുണ്ടോ, കൃത്യം എത്താത്തതുണ്ടോ, അത് കണ്ടെത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന് ഫർദർ കാര്യങ്ങളിലേക്ക് അറിയാം. ഞാൻ പറയുന്നത് ഒരു ഇലക്ട്രിക് ആക്ടിവിറ്റി ഹാർട്ടിലുണ്ട്. ആ ഹാർട്ടിലെ ഇലക്ട്രിക് ആക്ടിവിറ്റി ആര് സംവിധാനം ചെയ്തു ആലോചിച്ച് നോക്കണം നമ്മള്. ഇത് എപ്പോഴാണ് വലുതായിട്ട് ശേഷമല്ല, നേരത്തെ തന്നെ അത് സംവിധാനിച്ച് ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു അതാണ് എന്നിട്ട് വിശ്വാസം. എന്നിട്ട് പറഞ്ഞു ഈ ഒരു സംഗതി നടക്കണമെങ്കിൽ ഒരു വലിയ ശക്തിയെ, ഈ സംഗതിയുടെ പിന്നിൽ ഒരു ശക്തി എന്തായാലും വർക്ക് ചെയ്യണം അല്ലെ. ഇതിന് പിന്നിൽ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്ത് ഒരു പ്രോഗ്രാം ഇത് വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ കിടന്നുറങ്ങിയാലും നിന്നാലും നടന്നാലും നമ്മൾ ഓർത്തിട്ടാണോ, നമ്മൾ ആലോചിച്ചിട്ടാണോ ഈ ഹാർട്ട് പമ്പ് ചെയ്യണേ? നമ്മൾ ആലോചിക്കുന്ന പോലുമില്ല. നമ്മൾ കൈവച്ചാൽ മാത്രം നമുക്ക് ഫീൽ ചെയ്യുന്നു. പിന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒന്നും ഫീൽ ചെയ്യുന്നില്ല. എപ്പോഴും പേടിച്ചാലോ ഭയന്നാലോ ഒന്ന് മിടിപ്പ് കൂടുമ്പോൾ എന്തോ ഒരു മിടിപ്പുണ്ടല്ലോ എന്ന് ഫീൽ ചെയ്യുന്നു. അല്ലാത്തൊരു സമയത്ത് നമ്മൾ മിടിപ്പ് പോലും ഫീൽ ചെയ്യുന്നില്ല. ബ്ലഡ് പമ്പ് ചെയ്യുന്നു, എക്സോക്രീഷൻ നടത്തുന്നു. ഇതൊക്കെ അള്ളാഹുവിന്റെ കൃത്യമായ ഇടപെടലും കൃത്യമായ ഒരു പ്രോഗ്രാമിംഗ് കൊണ്ട് മാത്രം നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കൽബിനെ കൊണ്ട് എന്താ ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ നമ്മുടെ ബ്രെയിന് കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഹൃദയം കൊണ്ട് എന്താ ചെയ്യേണ്ടത്? വിശ്വാസം പറഞ്ഞല്ലോ അല്ലെ. നമ്മുടെ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്. ആ മാംസ കഷ്ണം കൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അത് നന്നായാൽ സർവ്വ ശരീരം നന്നായി. സംശയമില്ല സഹോദരികളെ, നമ്മുടെ ഈ ഹൃദയം നന്നാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇല്ലാ ഖൽബിൻ സലീം. ആരാണ് പിന്നെ സമാധാനത്തോടെ സുരക്ഷിതമായുള്ള ആ ഹൃദയം കൊണ്ട് ആരാണോ തിരിച്ച് അള്ളാഹുലേക്ക് എത്തി അവർക്ക് കാണുന്നത് സ്വർഗം. ഞാൻ പറയുന്നത് ഈ ഒരു സംഗതി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ പറഞ്ഞ സംഗതിയെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ഈ കൽബിനെ നമ്മൾ ഈമാന് കൊണ്ടും അതുപോലെ തന്നെ പിന്നെ തസ്കിയ നടത്തണം അല്ലെ. അതിന് കൃത്യമായി നമ്മൾ തസ്കിയ നടത്തിക്കൊണ്ടേയിരിക്കണം. കൽബിനെ ശുദ്ധീകരിക്കണം. കാരണം നമ്മുടെ തിന്മകളിലൂടെ സംഭവിക്കുന്നത് നമുക്കറിയാം. ചെറിയ ഒരു പുള്ള് ഒരു തിന്മ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ കൽബിൽ എന്ത് ചെയ്യുന്നു, ഒരു കറുത്ത പുള്ളി വരുന്നു. അത് ശരിക്കും കാണേണ്ടത് അവിടെ ഒരു ബ്ലാക്ക് ഡോട്ട് വരുന്നതല്ല, ശരിക്കും ആ കൽബിനെ അങ്ങനെ തന്നെ കാണണം. അതായത് ഹാർട്ട് എന്ന് പറഞ്ഞാൽ ആ ഫിസിക്കൽ ഹാർട്ട് നിലക്കല്ല, അല്ലാത്ത രീതിയിൽ മനസ്സിലാക്കേണ്ടത് ആ കൽബ് കൊണ്ട് കൽബിലേക്ക് എന്തുണ്ട്, ഒരു കറുത്ത പുള്ളി ഉണ്ടാകുന്നു. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഉടൻ തന്നെ തോപ ചെയ്താൽ, ഉടൻ തന്നെ ആ ഇത് മനസ്സിലാക്കി തോപ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്യും, അത് കഴുകിക്കളയും, വൃത്തിയാക്കും. ഇനി അഥവാ അതല്ല, അത് വിട്ടു കഴിഞ്ഞാൽ ആ കറുത്ത പുള്ളി ഓരോ തിന്മ ചെയ്യും തോറും കറുത്ത പുള്ളി വന്ന് അവസാനം എന്ത് സംഭവിക്കാം? അവർ ചെയ്തു വെച്ചതിൽ നിന്ന് അവരെ ആ കൽബ് നിറാനെ മാറുന്നു. റാന്ന് പറഞ്ഞ അർത്ഥം ടാറ് പിടിച്ച് ക്ലാവ് പിടിച്ച് ഹൃദയമായി മാറുന്നതാണ്.
ഈ ഹൃദയത്തെ സംശുദ്ധീകരിക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ട സംഗതി. ആ കൽബ് കൊണ്ട് പിന്നെ പുതിയ റിസർച്ച് പറയുന്നത് എന്താ അറിയോ? കൽബ് കൊണ്ടാണ് സത്യം ചിന്തിക്കുന്നതാണ്. അതായത് പിന്നെ നേരത്തെ പറഞ്ഞ ഇമോഷണൽ ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ബ്രെയിൻ എന്ത് ചെയ്യണം, ബ്രെയിൻ ഏത് തരത്തിൽ എൻസൈംസ് സെക്രീറ്റ് ചെയ്യണം, ഏത് ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യണം എന്നുള്ള മുഴുവൻ കാര്യം. പ്ലഷർ ഹോർമോൺ എന്ന് പറയില്ല സാറിന്, നമുക്കൊരു എല്ലാവർക്കും ഉള്ള ചിന്തയാണ് ഈ പ്ലഷർ, നമുക്ക് സന്തോഷം കിട്ടുന്ന ഹോർമോൺ നമുക്കറിയാം നോറെപ്പിനെഫ്രിൻ, നമ്മുടെ പിന്നെ ആ ഹാപ്പി ഹോർമോൺസും ശരി, സ്ട്രെസ് ഹോർമോൺസും ശരി, എല്ലാം നമുക്ക് പ്രയാസപ്പെടുമ്പോഴാണ് സ്ട്രെസ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ കാര്യം നിയന്ത്രിക്കുന്ന സത്യത്തിൽ ഹാർട്ടിൽ നിന്ന് ബ്രെയിനിലേക്ക് സപ്ലൈ ചെയ്യാൻ. ഹാർട്ട് എന്നാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ, ആ ചിന്തയിൽ നിന്നാണ് ഹൃദയത്തിനും കൂടെ ചിന്തിക്കണേ. ഹൃദയം കൊണ്ട് ചിന്തിച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. നമ്മൾ ഈ ഇമോഷണലി ഫീൽ ചെയ്തിട്ടാണ് ബ്രെയിൻ അതിനോട് യോജിച്ചിട്ടുള്ള ഹോർമോൺസുകൾ സെക്രീറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ അള്ളാഹുവിന്റെ ചിന്തയിലായിരിക്കുന്ന സമയത്ത് ആ കൽബിനെ സമാധാനം അടയണം. നമുക്കറിയാം സെക്കാട്രിക് ഇല്ലൻസ് ഇഷ്ടം പോലെ വരുന്നുണ്ട് അല്ലെ. അനങ്ങാ തിരിഞ്ഞ സെക്കാട്രിക് ഇല്ലൻസ് ആണ്. സെക്കാട്രിക് ഇല്ലൻസ് പറഞ്ഞാൽ ഒരു പണിയില്ല. നമ്മുടെ ചെറിയൊരു സ്ട്രെസ്സിനെ നമ്മൾ അടക്കി വെച്ച് ഒതുക്കി വെച്ച് നിൽക്കാതെ അതിനെ ശരിക്കും ഫ്രീ ചെയ്ത് കളയണമെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. എവിടെയാണ് നമുക്ക് ശരിക്കും നമ്മൾ പിന്നെ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, അത് ഫ്രീ ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ സൈക്കാട്രിക് ഇൽനെസ് ഒരുപാട് വരുന്നുണ്ട്. നമുക്കറിയാം ആങ്സൈറ്റി, ഡിപ്രഷൻ, അവിടെ തുടങ്ങിയിട്ടുള്ള സൈക്കാട്രിക് ഇൽനെസിന്റെ ഒക്കെ തുടക്കം സത്യത്തിലൊക്കെ ചെറുതാണ്. എല്ലാത്തിന്റെയും ബേസ് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ എന്തെങ്കിലും ഒരു ഇഷ്യൂസ്, ചൈൽഡ്ഹുഡ് ട്രോമാസ്, അതവിടെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഇഷ്യൂസ്, അതൊക്കെ കയറി വന്ന് അത് അക്യുമുലേറ്റ് ചെയ്ത് അത് തടിച്ചു കൂടിയിട്ടാണ് സത്യത്തിൽ എന്ത് ചെയ്യണത്, വലിയ രോഗമായിട്ട് മാറുന്നത്. അപ്പൊ എന്താ ചെയ്യുക, അപ്പൊ നമുക്ക് ക്ലിയർ ചെയ്യണം. അതിനാണ് സത്യത്തിൽ നമുക്ക് വലിയ ഏരിയാസ് ഉണ്ട്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ ഇതൊക്കെ ക്ലെൻസ് ചെയ്ത് ക്ലിയർ ചെയ്ത് പോകാൻ, നമ്മുടെ തിന്മകളിൽ നിന്ന് ക്ലിയർ ചെയ്യാനും, അതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള നമ്മളെ സ്ട്രെസ്സൊക്കെ പൂർണ്ണമായിട്ടും ഹൃദയം ഏറ്റെടുത്ത് വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നതിന് പകരം അതിനെന്താ വെച്ചാൽ ആ മനസ്സിനെ സംശുദ്ധീകരിച്ച് സാന്ത്വനപ്പെടുത്തി കൊണ്ടുപോകണം. അപ്പൊ ശരിക്കും ഇത് ഭയങ്കര റിലേറ്റഡ് ആണ്. ഹാർട്ട് സംസാരിക്കുമ്പോൾ മനസ്സ് സംസാരിച്ച് പോകണം. അപ്പൊ ഹാർട്ടും മനസ്സിന്റെ ആസ്ഥാനമാണ് ഹാർട്ട്, അവിടെയാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹാർട്ടിനെ, നമ്മുടെ ഹൃദയത്തെ, ഫിസിക്കൽ ഹാർട്ട് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മനസ്സിനെയും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പാകപ്പെടുത്തിയെടുക്കണം. അതിന് വേണ്ട നിർദ്ദേശങ്ങൾ ഞാൻ പറയാം. അലാബിദിക്കില്ല ചത്തമില്ല കുലു. നമ്മൾ അള്ളാഹിന്റെ ഓർമ്മയിലാകുന്ന സമയത്ത് വലിയ സമാധാനമാണ്. സത്യല്ലേ? നമ്മൾ വരയ്ക്കാം, നമുക്ക് റമദാനില് നല്ലൊരു രാവിലെ ഒന്ന് ഇരുന്ന് സ്വസ്ഥമായി പഠിച്ചുകൊണ്ട് സംസാരിച്ച് ആ ഒരു അള്ളാഹിന്റെ ഓർമ്മയിലായിരിക്കുമ്പോൾ നിസ്കാരത്തിന് ശേഷം നല്ലപോലെ മനസ്സ് തുറന്ന് അള്ളാഹിനോട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തൊരു സമാധാനം അല്ലേ, സത്യനല്ലേ? അപ്പൊ അത് ആ രീതിയിൽ അള്ളാഹുലേക്ക് നമ്മുടെ സമാധാനം മുഴുവനും അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരിക്കലും നമ്മൾ ചിലർ പറയാറുണ്ടല്ലോ, ഒരു മ്യൂസിക് കേൾക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആസ്വാദനത്തിലേക്ക് പോയിട്ടാണ് സമാധാനത്തിന് വേണ്ടിയിട്ട് പലരും പല രീതിയിലുള്ള ആസ്വാദനങ്ങളിലേക്ക് പോകണം. വേറെ എന്തെങ്കിലും മ്യൂസിക്കോ ആൽക്കഹോളോ അല്ലെങ്കിൽ ഡ്രഗ്സോ അങ്ങനെ തിരിയാണ്. അതിന് പകരം നമ്മൾ സത്വിശ്വാസി നിലക്ക് തിരിയേണ്ടത് നമ്മുടെ കൽബിനെ ശരിക്കും ഓർമ്മപ്പെടുത്താൻ, അള്ളാഹുവിന്റെ ഓർമ്മയിലൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിന് സമാധാനം അടയാൻ സാധിക്കും. കാരണം നമ്മളെ പ്രശ്നത്തെ പരിഹരിക്കാൻ അവനേ ഉള്ളൂ, സംശയമില്ല കാര്യത്തിൽ അവൻ തന്നെ ഉള്ളൂ. അപ്പൊ ആ രീതിയിൽ നമ്മൾ അതിനെ കൊണ്ടുപോകണം എന്നതാണ് പറയാനുള്ളത്. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ ഈ ഹൃദയത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത്, ഈ ഹൃദയത്തിൽ നമ്മൾ സാധാരണ ഭയം ഉണ്ടാവുക ഈ പൊതുവെ ഈ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ചാണ് അല്ലെ. ഹാർട്ട് അറ്റാക്ക് ആണ്, കൊളസ്ട്രോൾ ആണ് പ്രശ്നം. ഇത് കൂടിക്കഴിഞ്ഞാൽ അടഞ്ഞുകൂടിയാൽ ബ്ലോക്കായ പ്രശ്നമാണ്. സത്യത്തിൽ ഇതൊക്കെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഞാൻ ചെറിയൊരു സംഗതി പറഞ്ഞു വെക്കാം. കൊളസ്ട്രോൾ സത്യത്തിൽ നമ്മളുടെ ഡയറ്ററി കൊളസ്ട്രോൾ, ഇത് കൂടെ നിങ്ങൾക്ക് അറിവിന് വേണ്ടി ഷെയർ ചെയ്യാണ്. സോ ഡയറ്ററി കൊളസ്ട്രോൾ എന്ന് പറയുന്ന സംഗതി, അത് ഭക്ഷണത്തിലൂടെ വരുന്ന കൊളസ്ട്രോളിനെക്കാളും പ്രശ്നക്കാരൻ എവിടെ വെച്ചാൽ നമ്മുടെ ലിവറിനാണ് സത്യത്തിൽ കൊളസ്ട്രോൾ സെക്രീറ്റ് ചെയ്യുന്നത്. മനസ്സിലാക്കി വെക്കണം. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ തലച്ചോർ എന്ന് പറഞ്ഞാൽ 96% കൊളസ്ട്രോൾ ആണ്, 96% കൊളസ്ട്രോൾ ആണ്. അപ്പോൾ കൊളസ്ട്രോൾ സത്യം ഭയങ്കര ദോഷകാരിയ സംഭവമല്ല. നമ്മുടെ ശരീരത്തിന് വേണ്ട സമയം സ്കിന്നിന്റെ താഴെയാണ് കൊളസ്ട്രോളിന്റെ ഇത് കിടക്കുന്നത്, കൊളസ്ട്രോൾ കിടക്കുന്നുണ്ട്. അത് ശരിക്കും കൊളസ്ട്രോൾ ശരിക്കും ബോഡിക്ക് ആവശ്യമൊരു സാധനമാണ്. പക്ഷേ അത് എപ്പോഴാണോ നമ്മുടെ ഒരു ലിവർ മെറ്റബോളിസത്തിന് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സമയത്ത് കൊളസ്ട്രോൾ എന്ത് ചെയ്യുന്നു, വേണ്ട രൂപത്തിൽ കറക്റ്റ്ലി ഫ്ലോ അപ്പ് ചെയ്യാതെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, ബ്ലഡ് സർക്കുലേഷനിലേക്ക് കയറിപ്പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ അതിലേക്ക് ഞാൻ അതിലേക്ക് പോയിട്ട് നിങ്ങളുടെ സമയം പൊക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, വെറും ഡയറ്ററി കൊളസ്ട്രോൾ മാത്രം വെച്ച് പിടിക്കാതെ നമ്മൾ ശരിക്കും നമ്മുടെ മൊത്തത്തിൽ റുട്ടീൻ നമ്മൾ റെഡിയാക്കി കൊണ്ടുവരണം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മുടെ ഉറക്ക് ക്ലിയർ ആയിരിക്കണം. ഉറക്ക് ക്ലിയർ ആകുമ്പോഴാണ് സത്യത്തിൽ നമ്മുടെ ലിവർ പ്രോപ്പർലി വർക്ക് ചെയ്യില്ല.
ലേറ്റ് നൈറ്റ് സ്ലീപ്പുള്ള ആളുകൾക്ക് പൊതുവേ വരുന്ന വിഷയം ലിവർ മെറ്റബോളിസം ഇഷ്യൂ വരും, സ്വാഭാവികമായിട്ടും മറ്റു കൊളസ്ട്രോളിലേക്ക് പോകും. അപ്പോൾ ആ രീതിയിൽ ഒന്ന് ലിവർ മെറ്റബോളിസം ശരിക്കും ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്. പിന്നെ എന്റെ കൂടെ പറഞ്ഞു പോവാണ് പറഞ്ഞു വരുന്നത്, ഈ ഒരു സംഗതിയെ ഇതുപോലെ തന്നെ നമുക്കൊരു വലിയൊരു ഇമ്മ്യൂൺ സിസ്റ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട് അല്ലെ. നമുക്കൊരു രോഗപ്രതിരോധ ശേഷി. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ പല സമയത്ത് നമ്മൾ കാണുന്നത് വെച്ചാല് നമുക്ക് വരുന്ന അസുഖങ്ങൾ, ഇപ്പൊ നമുക്ക് ജലദോഷം പിടിച്ചു, അല്ലെങ്കിൽ കഫക്കെട്ട് വന്നു, അല്ലെങ്കിൽ പനി വന്നു, ഇതൊക്കെ സത്യത്തില് ഒരു വലിയൊരു ഇമ്മ്യൂൺ മെക്കാനിസത്തിനെ കൊണ്ട് വന്ന സംഗതിയാണ്. മനസ്സിലാക്കേണ്ടത്, ഒരു പനി വരുന്നുണ്ടെങ്കിൽ പനി ശരിക്കും ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. അല്ലാതെ അസുഖം, പനി വന്നു പിടിപെട്ടു അസുഖമായി എന്നിട്ട് അപ്പുറത്തേക്ക് ഒരു മുട്ടുവിക്ക പനി വരുന്നത് ശരിക്കും ബോഡിയുടെ റെസ്പോൺസ് ആണ്. എന്തിനോട്? ഉള്ളിൽ കയറിയിട്ടുള്ള ബാക്ടീരിയനോട്, വൈറസിനോട് അറ്റാക്ക് ചെയ്യണം അല്ലെ. ശരിക്കും അങ്ങനെ സംവിധാനം ബോഡിയിലുണ്ട്. ബോഡിയിൽ നിറയെ സോൾജേഴ്സ് ഉണ്ട്. നമുക്കറിയാം, രക്തം എടുത്തു കഴിഞ്ഞാൽ തന്നെ 3 തരത്തിലുള്ള രക്തത്തിന്റെ സെൽസുകൾ ഉണ്ട് അല്ലെ. ഒന്ന് WBC കണ്ടിട്ട് നമ്മൾ സാധാരണ കൗണ്ടൊക്കെ നോക്കാന്ന് അറിയല്ലോ, രക്തത്തിന്റെ കൗണ്ട് നോക്കാൻ പറയും അല്ലെ. RBC നോക്കും, ചുവന്ന രക്താണുക്കൾ നോക്കും, വെള്ള രക്താണുക്കൾ നോക്കും, അല്ലെങ്കിൽ അതുപോലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കും. അപ്പൊ ഈ വെള്ള രക്താണുക്കൾ എന്ന് പറയുന്നത് WBCയിലാണ് എന്തുള്ളത്, നമ്മുടെ കൗണ്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ പോരാളികളുള്ളത്. അവര് കൃത്യമായി പണിയെടുക്കുന്നുണ്ട്. ആരെയും വെറുതെ വിടൂല. ഉള്ളിലേക്ക്, ശരീരത്തിലേക്ക് വലിയ കോട്ട കെട്ടിയിരിക്കുകയാണ്. അത് നമ്മൾ എല്ലാ ദ്വാരത്തിലും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വയലോട് കടക്കാതിരിക്കാൻ ടോൺസിൽസ് ഉണ്ടല്ലോ, ടോൺസിൽസ് വീർത്തു വരുന്ന സത്യത്തില് ഇമ്മ്യൂൺ റെസ്പോൺസ് കൊണ്ടാണ്. അത് കറക്റ്റ് നമ്മൾ പറയാം ഗേറ്റ് വേ ഓഫ്, അവിടേക്ക് ഒരു പോളിസ്മെൻ ആണ്. അവിടെ ഉള്ളിൽ കയറാതിരിക്കാൻ വേണ്ടി ഗാർഡാണ് എന്ത്, ടോൺസിൽസ്. അത് വന്നാൽ എന്ത് ഇൻഫെക്ഷൻ കയറിയാൽ പെട്ടെന്ന് ചെയ്യും, അത് വീർത്തു വരും. അതോടുകൂടി നമ്മൾ സിഗ്നൽ കിട്ടി, അലാറം കെട്ടി വേഗം നല്ല ചികിത്സ നടത്തും. അതേപോലെ വയറിലേക്ക് കടന്ന, വയറിൽ ഒമന്റം ഉണ്ട്, അതൊരു വലിയ ഒരു പോളിസ്മെൻ ആണ്, അബ്ഡമൻ ആണ്. അപ്പൊ അതുപോലെ ഓരോ സ്ഥലത്തും അപ്പോൾ എന്തുണ്ട്, അത് കൃത്യമായി അതിന്റെ ആൾക്കാർ അവിടേക്ക് ഗാർഡ്സും കാര്യങ്ങളും സോൾജേഴ്സ് ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മൾ സാധാരണ വാക്സിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. വാക്സിൻ ആലോചിച്ച് നോക്കും. വാക്സിൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു ശത്രു ശരീരത്തിലേക്ക് കയറുന്നു. അതിനെ ഉദാഹരണം പറയണില്ലേ, ഇപ്പൊ മീസിൽസ് വാക്സിൻ അടിക്കുന്നു. ഈ വാക്സിന്റെ സംഗതി ആലോചിച്ച് നോക്കും. വാക്സിൻ സംഭവിക്കണം, ആ മരുന്ന് കയറി നമുക്ക് കാലാകാലം ഇമ്മ്യൂണിറ്റി കിട്ടണം അല്ലല്ലോ. വാക്സിൻ അടിക്കുന്നു. മീസിൽസ് ഒരുപാട് വരുന്നുണ്ട് കേസുകൾ. അതേപോലെ ഈ മീസിൽസ് വാക്സിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ മീസിൽസ് വാക്സിന് സംഭവിക്കുന്നത് ബോഡി റെസ്പോണ്ട് ചെയ്യാണ്. ബോഡി അതൊരു ആന്റിബയോട്ടിക് അല്ലെ ആന്റിബോഡി ക്രിയേറ്റ് ചെയ്യാണ്. കൃത്രിമമായിട്ട് മീസിൽസിന്റെ വാക്സിൻ കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ അതിലൂടെ അത് പ്രതിരോധിച്ച് ഒരു ആന്റിബോഡി സെറ്റ് ചെയ്യാണ്. അതൊരു പ്രതിരോധമാണ്. എന്തില്ല, തിരിച്ച് ഇനി ഏത് കാലത്തും എത്ര വർഷം കഴിഞ്ഞാൽ മീസിൽസ് വന്നാൽ അത് തടയാൻ മാത്രം ആന്റിബോഡി ശരിക്കും റെഡിയായി നിൽക്കുകയാണ് അത് അറ്റാക്ക് ചെയ്യാൻ. അപ്പൊ ശരിക്കും എന്തെയില്ല, വീണ്ടും ആ ഒരു ഇഷ്യൂ വരില്ല. അതേപോലെ തന്നെയാണ് നമ്മളെ ഒരുപാട് ക്യാൻസറുകൾ. ഇപ്പൊ നമ്മള് സ്ഥിരമായി ഇപ്പൊ ക്യാൻസർ കേസുകൾ കാണുന്നുണ്ടല്ലേ. ഇപ്പൊ ക്യാൻസർ കേസുകൾക്കുള്ള നമുക്കറിയാം, നിരന്തരം ഡെയിലി എന്ത് ചെയ്യേണ്ടതുണ്ട്, ഓരോ സെക്കൻഡും ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്തിട്ട് ക്യാൻസർ വരാതെ സൂക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മളൊന്നും അറിഞ്ഞിട്ട്. ഇപ്പൊ എനിക്ക് നിങ്ങൾക്ക് ക്യാൻസർ എപ്പോഴോ വന്നിട്ടുണ്ടാവും. ഇമ്മ്യൂൺ സിസ്റ്റം അവിടെ അല്ലെങ്കിൽ, ഇമ്മ്യൂൺ സിസ്റ്റം സെറ്റ് അല്ലെങ്കിൽ ഇപ്പൊ എന്നോ നമ്മൾ ക്യാൻസർ പഠിച്ച് ഇവിടെ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാല് അത് കൃത്യമായി ഓരോ ദിവസവും ഇമ്മ്യൂൺ സിസ്റ്റം അത് കൃത്യമായ സമയത്ത് അത് വർക്ക്ഔട്ട് ചെയ്ത് ഉള്ള ക്യാൻസർ സെൽസിനെ എൻഗൾഫ് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞ് അങ്ങനെ സ്കാവൻ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റം ഇങ്ങനെ വൃത്തി നിൽക്കണം. ആ ചെറിയൊരു സംഗതി പറയാം, ഉദാഹരണം പറയാം. ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ 2 രീതിയിൽ അഫക്ട് ചെയ്യും. ഇപ്പൊ ചില കേസുകൾ നമുക്ക് കാണാൻ പറ്റൂലേ. നോക്കി ഇപ്പൊ നമ്മളൊരു മൂക്കിലേക്ക് ഒരു സാധനം പൊടി വെള്ളം കയറി അല്ലെ, സാധാരണ സംഭവിക്കാം, ഒന്ന് തുമ്മും അല്ലെ, തുമ്മും. ഇപ്പൊ നമ്മള് അലർജിയിൽ ആളെ ശരിക്കും അറിയാൻ പറ്റും. ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ഉണ്ട്. ഇമ്മ്യൂൺ സിസ്റ്റം ചിലപ്പോൾ എന്ത് ചെയ്യും, ഒന്ന് തകരാറിലാവും. അതാണ് സത്യത്തിൽ എന്ത് അലർജി എന്ന് പറഞ്ഞാൽ. ഇപ്പൊ അലർജി എന്ന് പറയുമ്പോൾ സാധാരണ ഉള്ളിലേക്ക് ഒരു പറ്റാത്ത സംഗതി കയറി എന്ത് ചെയ്യും, തുമ്മും അല്ലെ. ഒരു വട്ടം തുമ്മാം അല്ലെ, 2 വട്ടം തുമ്മാം. ഒരു 8-10 വട്ടം തുമ്മിയാലോ. ഒരു വട്ടം തുമ്മുന്നതിന് പകരം 8-10 തുമ്മിയാൽ എന്തായി, അത് അലർജിക്കായി. അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഇഷ്യൂ വന്നു. അതായത് അവിടെ ഇമ്മ്യൂണിറ്റി ചെറിയ സെൻസിറ്റിവിറ്റി വന്നു. അവിടെ ആ ഇമ്മ്യൂണിറ്റി എത്രയാണോ വേണ്ടത് ആ അളവും തോതും ക്ലിയർ ആണ്. അവിടെ വിഷയം എന്താണോ, എത്ര അളവാണ് ഇമ്മ്യൂണിറ്റി വേണ്ടത് ആ അളവെന്ന് മുറിച്ചിട്ടുള്ള ഇമ്മ്യൂണിറ്റിയാണ് ബോഡിക്ക് വേണ്ടത്. അതിന് അപ്പുറത്തേക്ക് ഒരു എക്സ്ട്രാ ഒരു കെയറോ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ചെയ്തു വന്നാലോ സംഭവിക്കുക എന്താ വെച്ചാല് അത് സെൻസിറ്റിവിറ്റി അലർജിയിലേക്ക് മാറും. ഇപ്പൊ ശരീരത്തിൽ നമുക്കറിയാം, നമ്മളിപ്പോ ഏതെങ്കിലും പൊടി ഇത് അരിച്ചു കയറിയാലോ ഒക്കെ നമ്മൾ ശരീരം മൊത്തം തടിച്ചു പൊന്തൂലേ. അതങ്ങനെ പൊന്തണ ആ ശരീരത്തിന്റെ ഉള്ളിലെ അവിടെയുള്ള പുഴുക്കളോ അരിച്ചു കറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മരത്തിന്റെ എന്തെങ്കിലും വിലകൾ തട്ടിയാൽ ഉണ്ടാവല്ലോ ചൊറിച്ചിൽ വരുന്നത്. അതെങ്ങനെ സംഭവിക്കണം, ബോഡി റെസ്പോണ്ട് ചെയ്യണം.
ബോഡി അതിനോട് അറ്റാക്ക് ചെയ്തിട്ട് അലർജിക് റെസ്പോൺസ് ബോഡി അങ്ങനെ അപ്പൊ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അപ്പോഴാണ് ചെയ്യണത് ശരീരം മുഴുവൻ തടിച്ച് പൊന്തി നിൽക്കുന്നത്. ആ സത്യത്തിൽ ബോഡി റെസ്പോൺസ് ആണ്, അതല്ലാതെ ഉള്ളിൽ കയറിയ ജീവിയുടെയോ ഒരു റെസ്പോൺസ് അല്ല. അതിന്റെ അല്ല, ബോഡി പ്രതികരിച്ചത് കുറച്ച് ഏറിപ്പോയി, കുറച്ച് കൂടിപ്പോയി. അതിനാണ് സത്യത്തിൽ എന്ത് ചെയ്തത്, ആ ശരീരത്തിലെ അലർജിക് റെസ്പോൺസ് പോലെ ശരീരം ഒട്ടാകെ തടിച്ച് പൊന്തി ചൊറിഞ്ഞു പൊന്തിയത്. സത്യത്തിൽ അത്രയും വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഇമ്മ്യൂൺ സിസ്റ്റം. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ്, അൽ ഹാഫിളാണ്. അൽ ഹാഫിളാണ്. എങ്ങനെയാണ്, ലഹും മുഅഖിബാത്തുൻ യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. അതായത് നമ്മുടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വല്ലാഹു ഖൈറുൻ ഹാഫിള എന്ന് പറയില്ലേ, അള്ളാഹുവാണ് ഏറ്റവും നല്ല ഹാഫിൾ. ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം എത്രത്തോളം നമ്മളെ ഹാഫിളാക്കി നമ്മളെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്നുവോ, അതേപോലെ അള്ളാഹുവാണ് സത്യത്തിൽ എന്ത് ഏറ്റവും നല്ല ഹാഫിൾ. നമ്മുടെ ശരീരം സംരക്ഷിച്ച് കൊണ്ടുപോകുന്ന സത്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ അത് സത്യത്തിൽ എന്ത് ചെയ്യണം, മനസ്സിലാക്കി. ഇമ്മ്യൂണിറ്റിനെ നമ്മൾ മനസ്സിലാക്കിയപ്പോഴാണ് ഇമ്മ്യൂണിറ്റി ഇത്രയും നമ്മൾ അറിയാതെ ഇത്രയും പണി നമുക്ക് വേണ്ടി എടുക്കുന്ന അറിഞ്ഞത്. അതേപോലെ നമ്മൾ അറിയാത്തൊരു ശക്തി നമുക്ക് വേണ്ടി നമ്മൾ സംരക്ഷിച്ച് കൊണ്ടുപോരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കണ്ടിട്ടില്ല പഠിച്ചവനെ, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ രീതിയിൽ ഒന്ന്. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണെന്ന് വെച്ചാൽ, ശരീരത്തിൽ ഇപ്പൊ ഒരു മുറിവ് വരുന്നു അല്ലെ, ഒരു മുറിവ് പറ്റി, ആ മുറിവ് ഉണങ്ങുന്നു. എങ്ങനെയാ സംഭവിക്കണത്? പലപ്പോഴും ഭയങ്കര അത്ഭുതമായി നോക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ സ്കിൻ ഉണ്ടല്ലോ, നമ്മുടെ തൊലി, ആ ചർമ്മം എന്ന് പറഞ്ഞാല്, ആ സ്കിൻ, ആ തൊലി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് ഒരു 27 ദിവസം 30 ദിവസത്തിനുള്ളിൽ ശരിക്കും റീജനറേറ്റ് ആവുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. പുതിയ സ്കിന്നാണ്. കഴിഞ്ഞ മാസം, അതായത് ഇപ്പൊ അതായത് ഫെബ്രുവരി മാസം അല്ലേ, ഫെബ്രുവരി മാസം പിന്നെ 5-ാം തീയതി ആണെങ്കിൽ ജനുവരി മാസം 5-ാം തീയതി മുമ്പ് നമുക്ക് വേറെ സ്കിന്നായിരുന്നു. പുറമേല പുറമേല എപ്പിഡെർമൽ ലെയർ, അതിന്റെ ലെയർ എന്ത് ചെയ്യുന്നത്, മാറുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ആ പുതിയ സ്കിന്ന് രൂപപ്പെടുന്നുണ്ട്. ഫുൾ സ്കിൻ അല്ല, സ്കിൻ വെച്ചാൽ 5 ലെയർ ഉണ്ട്. ആ ഫുൾ 5 ലെയർ മാറുന്നില്ല, കാരണം ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അത്രയും ശരീരം എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ സ്കിന്ന് വരുന്ന പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല അല്ലെ, നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. അറിയാതെ തന്നെ എന്ത് ചെയ്യുന്നത്, ആ സ്കിന്ന് പുതിയതായിട്ട് മാറി വരുന്നുണ്ട്. മാത്രമല്ല ലിവർ, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ബ്രെയിൻ എന്തില്ല, റീജനറേഷൻ ഇല്ല അല്ലെ, തിരിച്ചുവരവില്ല. പക്ഷെ ലിവർ ഉണ്ടല്ലോ, ഇപ്പൊ ലിവറിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. ലിവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏകദേശം 25 മിനിമം പറയാം, സിംപിളി പറയുകയാണെങ്കിൽ മനസ്സിലാക്കി തരാണെങ്കിൽ, ഒരു 25 ഏക്കർ ലാൻഡിൽ ഒരു ഫാക്ടറി നടത്തി ഞാൻ കണ്ടാവും. വലിയൊരു ഫാക്ടറി 25 ഏക്കർ നിലത്ത്. അതാണ് ശരിക്കും നമ്മുടെ ലിവർ, ഈ കൊച്ചു ലിവർ, 1.5 കിലോ വരുന്ന ലിവർ എടുത്തുകൊണ്ടിരിക്കുന്ന പണി. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാല് ലിവറിന് ഇപ്പൊ ഒരു വലിയൊരു ലിവർ എന്ന് പറഞ്ഞാൽ, ആ ലിവറിന്റെ ഏകദേശം 500ഓളം ഫങ്ഷൻസ്, മിനിമം മോർ ദാൻ 500ന്റെ മുകളിൽ പണികൾ ഒരൊറ്റ സമയത്ത് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സിംഗിൾ ടൈമിൽ തന്നെ 500ഓളം കാര്യം ചെയ്തുകൊണ്ടിരിക്കും. മൾട്ടി ടാസ്കിങ് ആണ്. ഒരൊറ്റ സമയത്ത് തന്നെ വ്യത്യസ്തമായ പണികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ ലിവർ ഒരു 70%, ലിവർ ഇപ്പൊ മുഴുവൻ മുഴുവൻ തിരിച്ചു വരാം. അതായത് റീജനറേഷൻ പോസിബിലിറ്റി ആയിട്ടുള്ള ഒരൊറ്റ വലിയ ഓർഗൻ ലിവർ. അതായത് അതിന്റെ ഒരു 3 ഭാഗം മാത്രം കേടുവരാന്നാൽ മുഴുവൻ അതിന്റെ 2/3 ഭാഗം കേട് വന്നാൽ 70% പോയാൽ പോലും 30% മതി എന്നാണ് ലിവർ തിരിച്ച് പഴയ പോലെ വരാൻ. ആ സംവിധാനം ആര് ചെയ്തു? അതേപോലെ ബോൺ, ഇപ്പൊ എല്ല് വീണ് കഴിഞ്ഞാൽ എല്ല് പൊട്ടുമല്ലോ. ഇപ്പൊ എല്ല് പൊട്ടി, ഡോക്ടർക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്കാം. ഡോക്ടർക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവിടെ എല്ലും അതിന്റെ മാർജിനെ അടുപ്പിച്ചുകൊണ്ട് ഒരു എക്സ്റേ എടുത്ത് നോക്കും ആദ്യം. ആ എല്ല് തെറ്റിയിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്. അതിനെ മെല്ലെ എന്ത് ചെയ്യും, ആ മാർജിൻ ടു മാർജിൻ ഇങ്ങനെ ചേർത്ത് വെക്കാന്ന് മാത്രമേ ഡോക്ടർക്ക് പണിയുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് ആ ബോണിനെ, എല്ലിനെ ചേർത്ത് വെച്ച് അതിലേക്ക് വേണ്ട അതിനെ ജോയിൻ ചെയ്യുന്നത് ആരാണ്? അവിടെ ആർക്കും റോളില്ല. അവിടെ ഡോക്ടർമാർക്ക് റോളില്ല. അവിടെ മാറണമെങ്കിൽ ഉറച്ച ബോൺ മാറണമെങ്കിൽ ബോഡി തന്നെയാണ് ചെയ്യണത്. ശരീരം അങ്ങനെ സംവിധാനം വെച്ചിട്ടുണ്ട്. ഓസ്റ്റിയോക്ലാസ്റ്റ് പോലുള്ള ശരീരത്തിന്റെ എല്ലുകൾ ഷേപ്പ് ചെയ്ത് വരാൻ പോലും കൃത്യമായ മാർഗമുണ്ട്. ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ബോൺ സെൽസ് രൂപപ്പെട്ട് വരും. മറ്റൊരു കാര്യം ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറയും. അതായത് അതിനെ ഷേപ്പ് ചെയ്യാനുള്ള സാധനം ക്ലാസ്റ്റ്. അതിന് വേണ്ടാത്ത ബോണി സ്ട്രക്ചറൊക്കെ ചെത്തി വൃത്തിയാക്കാന്ന് പറയില്ലേ, ചെത്തി വൃത്തിയാക്കാനും തേപ്പ് നടത്താനും 2 പേരുണ്ട് അവിടെ. സാധാരണ തേച്ച് വൃത്തിയാക്കാനും, അവിടെയൊക്കെ തേച്ചിട്ട് അതിലെ കംപ്ലീറ്റ് ആയിട്ട് ബോൺ പഴയ പോലെ ആക്കി വരാനും, അതേപോലെ ഷേപ്പ് ചെയ്ത് വരാനും പോലും കൃത്യമായ ടീം അവിടെ ഉണ്ട്. അത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത്തരം സെറ്റ് മെഡിസിൻ എന്ന് പറയുമ്പോൾ ഒരു മരുന്ന് കൊടുക്കുക. അപ്പൊ നമ്മൾ എന്ത് മരുന്ന് കൊടുത്താൽ, പാരസിറ്റമോൾ എന്ത് കൊടുത്തോളൂ, ഏത് മരുന്ന് കൊടുത്താലും അതിന് ശരിക്കും അതിനെ ശരീരത്തിന്റെ ഇഫക്റ്റിവിറ്റി, ശരീരത്തെ ഇമ്മ്യൂണിറ്റീനെ വർദ്ധിപ്പിച്ചുകൊണ്ട് അത് ചെയ്യാനുള്ള മെസ്സേജ് ഫെസിലിറ്റേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അത് തള്ളി കൊടുക്കാന്ന് അറിയില്ലേ, തള്ളി കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ പ്രശ്നമുണ്ട്. അത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
മെഡിസിനും കൂടെ ചെയ്യാൻ പറ്റില്ല. മെഡിസിന് പോയിട്ട് അവിടെ മാറ്റുന്നില്ല, ശരീരം തന്നെയാണ് മാറ്റേണ്ടത്. അവിടെയാണ് വിഷയം. ശരീരമാണ് അതിനോട് പ്രതികരിക്കുന്നത്. ശരീരം അത് മെഡിസിന് പ്രതികരിക്കുന്നു. അല്ലാതെ മരുന്ന് പോയിട്ട് നേരെ വയറ്റിൽ ചെന്ന് അത് സ്പ്ലിറ്റായി അതങ്ങനെ നേരെ പോയിട്ട് ആ മുറിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ എവിടെയാണ് പ്രശ്നം അവിടെ ഭാഗത്ത് പോയിട്ട് ഉണക്കി കൊണ്ടുപോകുന്നതല്ല സത്യത്തില് സംഭവിക്കുന്നത്. ശരീരത്തിന്റെ സെൽസുകളെ അതിന്റെ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന സെൽസുകൾക്ക് കൊടുക്കുന്ന മെസ്സേജാണ്. ആ മെസ്സേജ് എന്തെങ്കിലും എടുത്തിട്ട് അത് കൃത്യമായ ടാർഗറ്റ് ഓർഗനിലേക്ക് പോവുകയും അത് ഹീലാവുന്ന അവസ്ഥ ഉണ്ടാവുക. അതായത് ബോഡി മരുന്നിനോട് പ്രതികരിക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യണത്, അസുഖങ്ങൾ മാറുന്നത്. അത് എങ്ങനെ സംഭവിക്കണത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഫൈദാ മരീദ്തു. അത് ഇബ്രാഹിം ഇസ്ലാം പറഞ്ഞൊരു ഭാഗം, ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞൊരു ഭാഗം ആരോട്? അള്ളാഹിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഫൈദാ മരീദ്തു ഫഹുവ യശ്ഫീൻ. ഞാൻ അസുഖമായി, എനിക്ക് അസുഖം വന്നാൽ അവനാണ് സുഖപ്പെടുത്തുന്നുള്ളത്. സത്യത്തിൽ ഡോക്ടേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? സിംറ്റംസിനെ, ലക്ഷണങ്ങളെ കണ്ട് മരുന്ന് കൊടുക്കാൻ മാത്രമേ കഴിയുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിന് തിരിച്ച് ബാലൻസ്, അതൊക്കെ തിരിച്ച് രോഗത്തിനെ ഷിഫ് ആക്കുക എന്നുള്ളത്, അതിന് മാറ്റം വരുത്താൻ അള്ളാഹുവിന്റെ കയ്യിലുള്ളത്. ആർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തില്ല, ഒരു ഡോക്ടർക്കും കൊടുത്തിട്ടില്ല, ഒരു മരുന്നിനും കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സബബുകൾ വെച്ചു, കാരണങ്ങൾ വെച്ചു, അതിലേക്ക് എത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിഫയാക്കുന്നു അത് ഉദ്ദേശിച്ചാൽ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് സത്യത്തിൽ അള്ളാഹുവിന്റെ വലിയ ഇടപെടലാണ്. ഇത് പിന്നെ ഇങ്ങനെയുള്ള രോഗം വരുന്ന സമയത്ത് കൃത്യമായി അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാവുക എന്നുള്ളത്. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ശ്വാസം വലിക്കണ്ടല്ലേ, ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ശ്വാസം വലിക്കുന്നതിലൂടെ സത്യത്തിൽ സംഭവിക്കുന്ന ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഓക്സിജൻ ഇപ്പോൾ നമുക്ക് അതിന്റെ റോളും കുറവല്ലേ. ഇടയ്ക്ക് നമ്മളിങ്ങനെ ശ്വാസം വലിക്കാൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് കഴിയുള്ളൂ അല്ലെ. മൂക്ക് കൊണ്ട് ഒരു വലി വലിക്കുക, അല്ല അപ്പുറത്തേക്ക് വേറെ ചെയ്യാനുണ്ടോ? ആർക്കും എന്ത് ചെയ്യാം? ഒന്നും ചെയ്യാനില്ല. അത് ശ്വാസകോശത്തിലേക്ക് ഇറങ്ങുന്നു. ശ്വാസകോശം പറഞ്ഞ വലിയൊരു കഥയാണ്. ശ്വാസകോശത്തിന് വലിയ പിന്നെ സംഗതി പറയാനുണ്ട്. സിംപ്ലി ഞാൻ പറഞ്ഞു പോകാം, എളുപ്പത്തിന് സമയത്തിന്റെ പരിമിതി ഉണ്ട് എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ, അത് അത്രയും വലിയ ഏരിയയാണ്. പക്ഷെ സിംപ്ലി പറയാം. ഇപ്പോൾ ലങ്സ് നമുക്കറിയാം, ലങ്സ് ഒരു വലിയ ഒരു ചെറിയ ചെറിയ കുമിളകളുള്ള ഒരു ബാഗ്, ഒരു ബലൂൺ പോലെയാണ്. കണ്ടെത്തിക്കോളൂ. ഈ ബലൂണിന്റെ സ്പേസ് എന്ന് പറഞ്ഞാലേ, അതിന്റെ ഉള്ളിലെ അറകളുടെ അതിന്റെ വ്യാപ്തി എന്ന് പറഞ്ഞ സത്യത്തിൽ നമ്മുടെ ടെന്നീസ് കോർട്ടില്ലേ, ടെന്നീസ് കളിക്കുന്ന കോർട്ട്, അത്രയും വലിയ കോർട്ടിന്റെ അളവിലേക്ക് ഇത് പരത്താൻ പറ്റും. അത്രയും സ്പേസിന്റെ അർത്ഥം. അതിലേക്കാണ് ചെയ്യുന്നത്, നമ്മുടെ ഓക്സിജൻ കയറിയിട്ട് നമ്മൾ എടുക്കുന്ന എയർ, ഉള്ളിൽ വലിക്കുന്ന വായു ഉള്ളിൽ കയറിയിട്ട് അതിലേക്കുള്ള ഓക്സിജൻ മാത്രം അതിനെ സെൻസിറ്റൈസ് ചെയ്ത്, ഇപ്പോ വലിക്കുമ്പോൾ ഫുൾ ഓക്സിജനിൽ വലിക്കുക, നമ്മൾ മൊത്തത്തിൽ വലിക്കില്ല ചെയ്യുക. നമ്മൾ മൊത്തത്തിൽ ഒരു വലി വലിക്കുന്നു. ആ ഒരു വലിയിൽ തന്നെ അതിൽ ഏറ്റവും വേണ്ട ഓക്സിജൻ മാത്രം, നമുക്കറിയാം അന്തരീക്ഷത്തിൽ 23% ഓക്സിജൻ ഉള്ളൂ, ബാക്കി നൈട്രജൻ ആണ്, 72% നൈട്രജൻ ആണ്. അതിലെ ഓക്സിജൻ മാത്രം തെരഞ്ഞെടുത്ത് അത് വലിച്ചെടുക്കുകയാണ്. എവിടെ? നമ്മുടെ ശ്വാസകോശത്തിന്റെ സെല്ലുകൾ വലിച്ചെടുത്ത് അത് അവിടെ അപ്പോഴേക്ക് എന്തെത്തിയിട്ടുണ്ടാവും? ഹാർട്ടിൽ നിന്ന് വന്നിട്ടുള്ള ബ്ലഡ് എത്തിയിട്ടുണ്ടാവും. അവിടെ ഭയങ്കരമായ രസകരമായ എക്സസൈസ് നടക്കണം. അവിടെ കറക്റ്റ് എന്ത് ചെയ്യുന്നു? ലങ്സിലേക്ക് വന്നിട്ടുള്ള നമ്മൾ വലിച്ച ശ്വാസത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഓക്സിജനെ നേരിട്ട് ബ്ലഡിലേക്ക് പമ്പ് ചെയ്യാണ്. പമ്പ് കൊടുത്തിട്ട് അതെന്ത് ചെയ്യുന്നു വെച്ചാൽ അത് നേരെ ഹാർട്ടിലേക്ക് എത്തുന്നു. ഹാർട്ടിൽ വഴി മറ്റുള്ള അവയവങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നു. അതേപോലെ തിരിച്ച് റിട്ടേൺ വന്നിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വന്നിട്ടുള്ള എല്ലാ സെല്ലുകളിൽ നിന്ന് കളക്ട് ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡ് നേരെ ഹാർട്ടിലേക്ക് എത്തി അത് വേഗം തന്നെ ആ സ്പോട്ടിൽ തന്നെ ശ്വാസകോശത്തേക്ക് വിട്ട്, അതാണ് നമ്മൾ വിടുന്നത്. ഈ വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എവിടുന്ന് കിട്ടിയതാ? ഒന്ന് ശരിക്കും ഫീൽ ചെയ്ത് ഒന്ന് വലിച്ചു നോക്കൂ. ശ്വാസം വലിക്കുന്നു, ശ്വാസം വലിച്ചു നോക്കൂ, ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യൂ, മനസ്സിലാക്കണം, എന്നാലേ അറിയുള്ളൂ. ശ്വാസം വലിക്കൂ, ഒന്ന് ഫുള്ളായിട്ട് വലിച്ചു നോക്കുമ്പോൾ ആ ശ്വാസം ഓക്സിജൻ മൊത്തം എന്ത് ചെയ്യുന്നു? ശ്വാസകോശത്തിലേക്ക് എത്തി. ആ ശ്വാസകോശത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു വെച്ചാല് അവിടെ നിന്ന് വേണ്ട ഓക്സിജൻ മാത്രം എടുത്ത് ബ്ലഡിലേക്ക് കൊടുക്കുന്നു. അത് ഹാർട്ടിലേക്ക് പോകുന്നു, ഹാർട്ടിൽ നിന്ന് എല്ലാ ഭാഗത്തേക്ക് എത്തിക്കുന്നു. തിരിച്ച് സെൽസ്, കോശങ്ങളിലുള്ള വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ വന്നിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡുകൾ നേരെ വന്ന് ഹാർട്ടിലേക്ക് വന്ന് ഹാർട്ട് നേരെ ശ്വാസകോശത്തേക്ക് വന്ന്, അതാണ് പമ്പ് ചെയ്യണത്. അതാണ് പുറത്തേക്ക് കളഞ്ഞത്. ശ്വാസം വലിച്ചാൽ വിടണ്ടേ? ആ വിടുന്ന വിടലിൽ പോണത് മൊത്തം സെൽസിൽ നിന്ന്, കോശങ്ങളിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഹാർട്ടിലേക്ക് എത്തി, ലങ്സിലേക്ക് എത്തി, തിരിച്ചു പോകുന്നു. ഇതാണ് സത്യം നടക്കണം. ഇതാര് നിയന്ത്രിക്കും? നമുക്ക് എന്താ അവിടെ റോളുള്ളത്? ശ്വാസം വലിച്ചാൽ വിട്ടു പോകണം, നമുക്ക് അതുവരെ പിടിച്ചേക്കാൻ കഴിയൂ. ശ്വാസം വലിച്ചു, എന്നിട്ട് ഞാൻ വിടാൻ തീരുമാനിക്കില്ല, കുറച്ചേരം പിടിച്ചേക്കാൻ. എത്ര പിടിച്ചേക്കാൻ പറ്റും? വിട്ടേ പറ്റൂ അല്ലേ? ശ്വാസം നിന്നാൽ അവിടെ നമ്മൾ പണി കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത് ഈ സത്യം എങ്ങനെ സംഭവിക്കുന്നത്. മാത്രമല്ല ബ്രെയിനിലേക്ക് പോകേണ്ട ഓക്സിജൻ ഒരു 4 മിനിറ്റ് വൈകിയാൽ, 3 മിനിറ്റ് ആണ് പറയുന്നത്, മാക്സിമം 4 മിനിറ്റ് ആണ്. 4 മിനിറ്റ് വൈകിയാൽ തന്നെ ബ്രെയിനിൽ
ഓക്സിജൻ സപ്ലൈ കുറഞ്ഞാൽ നമ്മൾ വലിക്കുന്ന ശ്വാസം ബ്രെയിനിലേക്ക് എത്തുന്നുണ്ട്, തലച്ചോറിലേക്ക് എത്തുന്നുണ്ട്. ആ ബ്രെയിനിൽ പോകുന്ന ആ ഒരു ഓക്സിജൻ കുറഞ്ഞ കട്ട് ചെയ്ത് ഓക്സിജൻ ഒരു 3-4 മിനിറ്റ് വിട്ട് കഴിഞ്ഞാൽ ആ ബ്രെയിൻ ഡാമേജ് ആവും. നേരത്തെ പറഞ്ഞ സ്ട്രോക്കിന്റെ കാര്യം പറഞ്ഞല്ലോ, സ്ട്രോക്കുള്ള സമയത്ത് തന്നെ 3 മിനിറ്റിന് മുകളിൽ അവിടെ ബ്രെയിനിലേക്ക് സർക്കുലേഷൻ കട്ടായാൽ അല്ലെങ്കിൽ അവിടെ ബ്ലോക്ക് വന്നാൽ സ്ട്രോക്ക് സംഭവിക്കുന്നു, ആ ഭാഗം നശിച്ചു പോകുന്നു. ഞാൻ പറഞ്ഞു അത്രയും വലിയൊരു പിന്നെ അള്ളാഹുവിന്റെ സംവിധാനമാണ് സത്യത്തിൽ എന്ത് ചെയ്ത് ഈ ശ്വാസം വലിക്കുക എന്ന് പറയുന്നത്. പറയല്ലോ പിന്നെ ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇത് ശ്വാസം വലിക്കുന്ന തന്നെ അല്ലെ, ഇവിടെ സംവിധാനിച്ച് പിന്നെ വായുമണ്ഡലത്തിൽ നിന്ന് ശ്വാസം വലിക്കുന്നതിന് അള്ളാഹിന്റെ വലിയ ശരിക്കും ഒരു കടമ്പ നമ്മൾ ശരിക്കും അള്ളാഹു സംവിധാനത്തിന് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്തരീക്ഷം വിളിച്ചുകൊണ്ടിരിക്കുന്ന ആലോചിച്ച് നോക്കൂ. അള്ളാഹ് തീരുമാനിക്കാനുള്ള കാര്യം ചെയ്തോളൂ. തൽക്കാലം അന്തരീക്ഷ ശ്വാസം വലിക്കണ്ട, നിങ്ങൾ കുറച്ച് കാലങ്ങൾ എന്ത് ചെയ്യൂ, ഓക്സിജൻ സിലിണ്ടർ വെച്ച് ഉപയോഗിച്ചോളൂ, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കോൺസെൻട്രേറ്റർ വെച്ച് ഉപയോഗിച്ചോളൂ, അല്ലെങ്കിൽ തൽക്കാലം വലിക്കുന്ന സംവിധാനം നിർത്തി തരാം, അവിടെ ഒരു പിന്നെ സിപാപ്പ് വൈപാപ്പ് ഉപയോഗിച്ചോളൂ എന്ന് അള്ളാഹ് തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? ആർക്കും എന്ത് ചെയ്യാൻ പറ്റും? അതാ തീരുമാനിക്കാൻ തൽക്കാലം നിങ്ങൾ അങ്ങനെ വലിച്ചോളൂ. ഇതുവരെ ഇത്രയും വർഷകാലം നമ്മൾ അന്തരീക്ഷം വലിച്ചല്ലോ, തൽക്കാലം നിങ്ങൾ വലിച്ചോളൂ എന്ന് അള്ളാഹു തീരുമാനിക്കുകയാണെങ്കിൽ ആർക്കും എന്ത് ചെയ്യാണ്ട സുഹൃത്തുക്കളെ സഹോദരന്മാർ ആലോചിച്ച് നോക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചോദിക്കാതെ നമ്മൾ എല്ലാ ദിവസവും ചോദിച്ചിട്ടാണോ നമ്മൾ അള്ളാഹ് ഇതൊക്കെ തരുന്നത്? പക്ഷെ എനിക്ക് ശ്വാസം തരണേ എന്ന് ചോദിച്ചിട്ടാണോ? ചോദിക്കാതെ നമുക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു സംവിധാനിച്ചു. എല്ലാം ചോദിക്കാതെ എന്ത് കാര്യം ചോദിച്ചു, നമ്മുടെ ശരീരത്തിലെ ഒരു ഏതെങ്കിലും പ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ ചോദിച്ചിട്ടാണ് തരുന്നത്? അല്ലല്ലോ. മൂത്രം ഒഴിക്കുന്നു അല്ലെ, അങ്ങനെ ഓരോന്നെടുത്താൽ നമുക്ക് പറയാം. മൂത്രം ഒഴിക്കുക എന്നുള്ളത് വലിയ സംവിധാനമാണ്. ശരീരത്തിലുള്ള ആ ബ്ലഡിലുള്ള ചുവന്ന രക്തത്തെ ഇളം മഞ്ഞ നിറത്തിലുള്ള വേസ്റ്റ് മാത്രമാണ് അതിന് പോണത്. അതിന് ഒരു തരി പോലും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒന്നുപോലും അതിലില്ല. അങ്ങനത്തെ ഒരു ഫിൽട്ടർ ഉണ്ടോ എവിടെയെങ്കിലും? അങ്ങനത്തെ ഒരു ഫിൽട്ടർ ഉണ്ടോ? ചുവന്ന രക്തത്തിൽ നിന്ന് ഇളം മഞ്ഞ മുതൽ അല്ലെങ്കിൽ ഇളം മഞ്ഞ അല്ലെങ്കിൽ ഇളം വെള്ള മൂത്രത്തിലേക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കളയാൻ, അതിനാലോ അതിൽ ഒരു തരി പോലും ഒഴിവാവാതെ ശരീരത്തിന് വേണ്ട എത്ര ഉപ്പിനംശം പോലും, കുറച്ച് വെള്ളം കൂടി മൂത്രം കൂടി വെച്ച് സോഡിയം കുറയും. ഒന്ന് ആലോചിച്ച് നോക്കണം. സോഡിയം എത്ര വേണം? 135 145 വെളിയിൽ വേണം അല്ലെ. ആ 135 125 താഴെ പോയാൽ മതി, കറങ്ങി വീഴും. എന്താ സംഭവിച്ച്? ഉപ്പിന്റെ ചെറിയ അംശം ബ്ലഡിൽ കുറഞ്ഞതാ അല്ലെ. ഉപ്പിന് ചെറിയ അംശം ബ്ലഡിൽ കുറഞ്ഞപ്പോ എന്തായി? ആൾ തളർന്നു, ആകെ ബോധം. നമുക്ക് ശരിക്കും അറിയാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പ്രായം ചെന്ന ആളുകളൊക്കെ കണ്ടു ചിലപ്പോ പെട്ടെന്ന് അങ്ങോട്ട് പിന്നെ വിയർത്തു ഒലിച്ച് അങ്ങനെ ഉണ്ട് ബോധാവസ്ഥയ്ക്ക് പോണ കണ്ടില്ലേ? നമ്മളാകെ ബേജാറായി പോകും, പ്രയാസപ്പെടും. എന്താണിത്, എന്താ സംഭവിച്ചത് എന്ന് ആലോചിച്ച് സത്യത്തിൽ നമ്മൾക്ക് ഇതിലും അപകടം സംഭവിച്ചോ എന്ന് പോലും അല്ലെ, വലിയ മരണം സംഭവിച്ചോ എന്ന് പോലും ഭയക്കുന്ന രൂപത്തിലാണ് സോഡിയം കുറഞ്ഞുണ്ടാവുക. കംപ്ലീറ്റ്ലി കൊളാപ്സ് ആയി പോകും. പിന്നെയാണ് എന്ത് ചെയ്യുക മനസ്സിലായത് സോഡിയം കുറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് ഉപ്പിന്റെ അംശം അത്ര ശരീരം ശക്തിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? പിന്നെ എത്രത്തോളം ഖവിയായിട്ട് അല്ലെ, ഫി അഹ്സനി തഖ്വീം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ശരീരത്തിന് ഏറ്റവും നല്ല അഹ്സൻ തഖ്വീമായിട്ട് സൃഷ്ടിച്ചു. പക്ഷെ അതേപോലെ ഞാൻ തന്നെയാണ് വഖുലിഖൽ ഇൻസാന ലഈഫ എന്ന് പറഞ്ഞു. രണ്ടും ഒരേ സ്ഥലത്താ പറഞ്ഞല്ലേ. വഖുലിഖൽ ഇൻസാന ലഈഫ, വളരെ നല്ല ബലഹീനാണ് മനുഷ്യൻ, വളരെ ബലഹീനനാണ്. പക്ഷെ ഭയങ്കര ബെസ്റ്റ് മോഡലായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മോഡലിനെ, മനുഷ്യൻ എന്ന ഒരു സൃഷ്ടി അള്ളാഹു സൃഷ്ടിച്ചത്. ഭയങ്കര അഹ്സനായ തഖ്വീമിലാണ് സൃഷ്ടിച്ചത്. പക്ഷെ ഏത് സമയത്തും നമ്മൾ ലൈഫാണ്. ഏത് സമയത്ത് നമുക്ക് കുഴഞ്ഞു വീഴാം. ചെറിയൊരു പനി മതി, അവിടെ കടന്നു, അല്ലെങ്കിൽ ചെറിയ വയറിളക്കം മതിയാവും. ഞാൻ നേരത്തെ പറഞ്ഞ സോഡിയത്തിന്റെ അളവോ ഇനി ചെറിയൊരു ഉപ്പിന്റെ അംശമോ എന്തെങ്കിലും തലത്തിൽ ബ്ലഡിൽ വരേണ്ട ഒരു കണ്ടന്റിന്റെ അളവിൽ ചെറിയൊരു ശതമാനം കുറഞ്ഞാൽ തന്നെ ശരീരം എന്ത് ചെയ്യും? ശരീരം ഇപ്പൊ പണിയെടുക്കുന്നതിൽ നിന്ന് അവിടെ എല്ലാം നിർത്തി വെക്കുന്ന അവസ്ഥ. ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും കാരണം കൊണ്ടാണ് നമ്മളൊക്കെ നീച്ച് നടക്കുന്നത്, ഇരിക്കുന്നത്, സംസാരിക്കുന്നത്, ഞാൻ പറഞ്ഞ് കേൾക്കുന്നത്, മനസ്സിലാക്കുന്നത് ഒക്കെ തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് ഇതിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ശരീരത്തിലൂടെ അള്ളാഹുവിനെ തിരിച്ചറിയാന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. ലാസ്റ്റ് അവസാനമായി പറയാനുള്ളത്, നമ്മുടെ ശരീരത്തിൽ ഇതെല്ലാം വിട്ടേക്കും. ഇതൊക്കെ ഉള്ളിലാണ് നമ്മളൊക്കെ ഇതൊക്കെ പറയുന്നത്. പുറമേ കാണുന്ന സംഗതി ഉണ്ട്. നമ്മളൊക്കെ പിന്നെ പുറമേ കാണുന്ന സംഗതി, നമുക്ക് മൊബൈലൊക്കെ ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടാവാം, ഫിംഗർ പ്രിന്റ് അല്ലേ. ഫിംഗർ പ്രിന്റ് വെച്ചു ഓപ്പൺ ആയി അല്ലെ. ആ ഫിംഗർ പ്രിന്റ് ഒരാൾക്കെങ്കിലും നമ്മുടെ മൊബൈൽ ഓപ്പൺ ആകാൻ കഴിയുമോ? ഈ ഭൂലോകത്ത് ഓപ്പൺ ആകാൻ കഴിയില്ല. ഈ ലോകത്ത് ഒരാൾക്ക് പോലും നമ്മുടെ മൊബൈൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് ആണ് വെച്ചതെങ്കിൽ ഒരിക്കലും കിട്ടില്ല. എത്രത്തോളം എന്നറിയോ? നമ്മള് സാധാരണ ഇരട്ടക്കുട്ടികൾ എന്ന് പറയല്ലോ, ഇരട്ടക്കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് വേറെ വേറെയാണ്. ഇതെങ്ങനെ സംവിധാനിച്ചു?
അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഓരോ ആളുകൾക്ക് വെവ്വേറെ ആ ഡിസൈൻ നോക്കൂ. ശരിക്കും നമ്മൾ വിരലുകളൊക്കെ നോക്കൂ. ആ വിരൽ ഡിസൈൻ ജസ്റ്റ് കണ്ടു നോക്കൂ. എങ്ങനെയാണ് ഇത്രയും ഡിസൈൻ ഒറ്റ ഈ വിരൽ തുമ്പുകളെ എങ്ങനെ അള്ളാഹു സംവിധാനിച്ച്? അള്ളാഹ് പറഞ്ഞല്ലോ മുസവ്വിയ ബനാന, അല്ലെ? അവരുടെ വിരൽത്തുമ്പുകൾ പോലും ശരിപ്പെടുത്തിയാണ് അവൻ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് അത്രയും കൃത്യമായി അള്ളാഹുവിന്റെ ഒരു ഒരു പിന്നെ അള്ളാഹുവിന്റെ കൃത്യമായ നിയന്ത്രണവും അള്ളാഹുവിന് കൃത്യമായ ഒരു പിന്നെ മുസവ്വിർ എന്ന് പറയല്ലോ, മുസവ്വിറാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അബ്ദുൽ മുസവ്വിർ ഷേപ്പ് ചെയ്ത് അത് ഡിസൈൻ ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഡിസൈൻ ചെയ്തു. പിന്നെ അള്ളാഹു ഖദ്ദറഹു, അല്ലെ? അള്ളാഹു അതിനെ പിന്നെ ഷേപ്പ് ചെയ്ത് മാത്രമല്ല, അത് കൃത്യം നിശ്ചയിച്ചു, നിർണയിച്ചു. നിർണയിച്ചെന്താ അറിയാ? നമ്മുടെയൊക്കെ മുഴുവൻ നിർണയവും നമ്മുടെ നിയന്ത്രണവും നിർണയവും ഒക്കെ നേരത്തെ വെച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, സാരന്മാരെ, മനസ്സിലാക്കേണ്ടത് ഈ ശരീരം നമ്മളെ വിട്ടു പോകും. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ എന്റെ ശരീരം എന്ന് പറഞ്ഞ് എന്റെ മുഖവും ഞാൻ കാണുന്ന ശരീരമൊക്കെ എന്ത് ചെയ്യുന്നു വെച്ചാലേ നമ്മൾ നിന്ന് പോകും, വിട്ടുപോകും. ആ വിട്ടുപോകുന്നതിന് മുമ്പേ ഈ ശരീരം ഈ പറയുന്ന ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതിന് മുമ്പേ ഈ ശരീരം കൊണ്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് സുഹൃത്തുക്കളെ. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പാലിച്ചേ പറ്റൂ. അതിനു വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് അള്ളാഹുവിന്റെ വഹദാനിയത്തിനെയും അള്ളാഹുവിന്റെ റഹ്മത്തിനെയും അള്ളാഹുവിന്റെ നമ്മൾ ചോദിക്കാതെ കിട്ടിയ മുഴുവൻ റഹ്മത്തിനെയും തിരിച്ചറിഞ്ഞ് അള്ളാഹുലേക്ക് മടങ്ങുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ബാധ്യത.